പിന്നെ നല്ല നിലക്ക് നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ സുഖസുന്ദരമായിട്ട് ജീവിക്കാം. 10-15 കൊല്ലായി ഞാൻ ഇവിടെ. ഞാൻ 4ാം ക്ലാസ് തോറ്റപ്പോ തുടങ്ങിയത് അയാളെ പിന്നാലെ. കണ്ടോ ഇരിക്കണുണ്ടോ? ആരാ എന്റൊപ്പം? നമ്മളെ പെരീക്കേ പുതിയതായിട്ട് വന്ന പണിക്കാരനാണ് പിന്നെ. കഞ്ഞിയും ചക്ക കൂട്ടാനൊക്കെ ഉണ്ട്, ഞമ്മക്ക് തിന്നല്ലേ. വിശന്നിട്ട് വയ്യ. എന്നാ വരി. കണ്ണ് കാണൂലല്ലേ? കണ്ണ് മാത്രമേ കാണായിള്ളൂ കേട്ടോ, ചെവിയൊക്കെ നല്ലോണം കേക്കാം. എന്തിനാ ഈ നല്ലൊരു തെങ്ങ് ഇന്നെ കൊണ്ട് വെറുതെ മുറിപ്പിച്ചത്? ഒരിളമീനുമായിട്ടേ എന്നെ കൊണ്ട് ഞാൻ ഒരു തെങ്ങ് മുറിപ്പിച്ചിട്ടുണ്ടെങ്കിലേ എന്റെ ഇവിടുത്തെ പവർ എന്താന്ന് വെച്ച് മനസ്സിലാക്കണം. അതാണ് അതിർമാനം. എന്തേ ഒരു വട്ടം കൂടി ഇന്നെ ഇവിടെ നിന്ന് പണിക്ക് നിർത്തും. അന്നെ ഇവിടെ ഒരു വട്ടം നമ്മുടെ പണിക്ക് നിർത്തിയിട്ട് കറുത്തൊരു മൂരിക്കൊണ്ട് ഇവിടുന്ന് അയച്ചു പോയതാണ്. എനിക്ക് കൂലി പോരാറിട്ട് അത് മൂപ്പരിക്ക് അറിയില്ല. മൂരിക്കുട്ടിനെ അയച്ചോണ്ടിന് പകരം ഞാനൊരു നല്ലൊരു നായ്ക്കുട്ടീനെ അവിടെ കെട്ടി. അന്റെ ആ നായിന്റെ കൊര കേട്ടിട്ട് ഒരു ദിവസേ മൂപ്പരിനോട് ചോദിച്ചേ മൂരിക്കുട്ടി എന്താ മിമിക്രിക്ക് പോകുന്നുണ്ടോ? അങ്ങോട്ടോക്ക പട്ടിനെ പോലെ പണിയെടുക്കണുണ്ടോ? നീ പട്ടിനെ പോലെ പണിയെടുക്കാൻ ആളെ ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ഞാൻ പറയാം കേട്ടോ. അത് ശരി, ഞാനൊരു ചെറിയൊരു മൂരിക്കുട്ടീനല്ലേ ഞാൻ വിറ്റുള്ളൂ. ഈ ഇവിടുന്ന് മൂപ്പരെ ട്രൗസറും കോണോനും അല്ലാത്തൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയി വിറ്റുപോകും. കാര്യം എന്റെ ഉടായ്പ ഞാൻ നിർത്തിക്കോളട്ടെ, അല്ലെങ്കിൽ നാളെ ഇത് നോക്കിക്കോ. ജിന്നുണ്ടോ അല്ല പാലൊക്കെ ജിന്റെ പെരീത്തനല്ലേ കൊണ്ടേ കൊടുത്തത്? 100 റുപ്യ ഇത് മൂപ്പരത്ത് കൊണ്ടേ കൊടുക്കേ, എന്നിട്ട് അതിനെ വിറ്റതെന്ന് പറഞ്ഞാൽ മതി. ജിന്റെ പിന്നാലെ പോരാ. എന്നോട് വേറൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ പോയി ഈ കാണുന്ന തേങ്ങ മില്ലിൽ കൊണ്ടുപോയി ആട്ടുക, എന്നിട്ട് ഇതിന്റെ വെളിച്ചെണ്ണ നിന്റെ പെരി കൊണ്ടുപോയി കൊടുക്കുക. ഇവിടേക്കില്ല വെളിച്ചെണ്ണ 1 ലിറ്റർ ഇത് പീടിന്ന് വാങ്ങിക്കൊടുത്താൽ മതി കേട്ടോ. അസറപ്പേ, ഞാനിരിക്കണ ആ തൂണിന്റെ അവിടെ ഓനെ ഒന്ന് കജ്ജും കാലും കൂട്ടി കെട്ടിട്ടാ. അയാൾക്ക് എന്തേലും കളി കളിച്ചാലാക്കാം. ജിന്ന് വേഗം കെട്ടിട്ടാ. വേഗം കെട്ട്, വേഗം കെട്ട്. അസറപ്പേ കെട്ടിട്ടോ? കെട്ടി, നല്ല മുറക്ക കെട്ടിക്കണോ? എന്നാ ഈ ഒരു കാര്യം ചെയ്യേ, ആ എറത്തിന് വടിയിട്ട് അതൊന്നും കിട്ടെടുത്തോ. ഇനിയേ അവന്റെ ആ മുതുവിന്റെ പാകത്തിനായിട്ട് കൊണ്ടേ നിർത്തിക്കന്നെ. ഇയ്യേ ഇത്രയും കാലം എന്നെ പറ്റിച്ച് ജീവിച്ചുല്ലേ, എന്നെ ഇത് കളിയല്ലടാ, കാര്യത്തിലാണ് ഇതിന്റെ കെട്ടുന്ന. ഇനി ഇജ്ജിവിടെ പണിക്ക് വേണ്ട. ഇജ്ജ് കൊണ്ടുവന്ന ആ മുത്തുണ്ടല്ലോ, ഓ നല്ല മിടുക്കനാണ്. ഓ മതി ഇവിടെ പണിക്ക്. ഇജ്ജ് കറന്ന് ബ്രേക്കാ വിടുന്നത്. നിങ്ങൾക്ക് ഇവനെ കിട്ടിയപ്പോ പിന്നെ ആവശ്യമില്ലല്ലേ? നിങ്ങളാ കണ്ണാണൊക്കെ തപ്പലൊക്കെ ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ഞാൻ നാളെ ലൈവില് വരും. ഇത് അങ്ങനെ മെലിയണ്ട കേട്ടോ.